ടോപ്പ് ട്യൂഷന്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഹൗ ഡിഡ് ദ പോളിസീസ് ഓഫ് ദ സ്വരാജ് പാർട്ടി ഡിഫർ ഫ്രം ദോസ് ഓഫ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പോളിസിയിൽ നിന്നും സ്വരാജ് പാർട്ടിയുടെ പോളിസി എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്? ഇപ്പൊ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വന്നിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു പോളിസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് CR ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു പോലെയുള്ള ലീഡേഴ്സ് ആണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്. അവരുടെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ആന്റി ഇന്ത്യൻ പോളിസീസിനെ ഒപ്പോസ് ചെയ്യുകയും അവരുടെ ഫംഗ്ഷനിങ്ങിനെ തടസ്സപ്പെടുത്തുകയുമായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The non-cooperation movement advocated a complete boycott of British institutions, including legislative assemblies. The Swaraj Party, formed by leaders like C.R. Das and Motilal Nehru, wanted to change this policy. They believed in entering the legislative assemblies through elections. Their aim was to oppose the government's anti-Indian policies from within the councils and obstruct their functioning. Question: Write a short note on the Anti-Simon Commission movement. Anti-Simon Commission movement നെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1928 ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തതായിരുന്നു സൈമൺ കമ്മീഷൻ. ഈ ഒരു കമ്മീഷനകത്തുള്ള 7 മെമ്പേഴ്സും ബ്രിട്ടീഷുകാരായിരുന്നു. അതിനകത്ത് ഒരു ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എല്ലാ മേജർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പൊ ഈ കൺട്രി മുഴുവൻ, രാജ്യം മുഴുവനും ഇതിനെ അഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തു. അവിടെ അവർ യൂസ് ചെയ്തിരുന്ന ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ എന്ന് പറയുന്നത് സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The British government appointed the Simon Commission in 1928 to suggest constitutional reforms for India. The commission was boycotted by all major political parties in India. This was because all its 7 members were British with no Indian representation. Protests were held all over the country with the famous slogan Simon Go Back. Question: List the major agitations that followed the withdrawal of the non-cooperation movement. Non-cooperation movement ന്റെ വിഡ്രോവലിനായി നടന്ന കലഹങ്ങൾ ലിസ്റ്റ് ചെയ്യുക. നോൺ-കോപ്പറേഷൻ മൂവ്മെന്റിന്റെ വിഡ്രോവലിനായിട്ട് കുറെ കലഹങ്ങൾ നടന്നിരുന്നു. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് റാംബ റിബല്യൻ ആണ്. അപ്പൊ റാംബ റിബല്യൻ വന്നിട്ട് ആന്ധ്രാപ്രദേശിലുള്ള ഒരു ട്രൈബൽ മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ വന്നത് സ്വരാജ് പാർട്ടിന്റെ ഫോർമേഷൻ ആണ്. അതിനുശേഷം സൈമൺ കമ്മീഷന്റെ ബോയ്ക്കോട്ടിംഗ് ആണ്. അപ്പൊ സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ടിംഗ് വന്നിട്ട് 1928 നടന്നിരുന്നത്. പിന്നെ വന്നത് 1928 ബർദോലി സത്യാഗ്രഹമാണ്. ഇത് ഗുജറാത്തിലുള്ള ഒരു പെസന്റ് മൂവ്മെന്റ് ആയിരുന്നു. പിന്നെ വന്നത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആണ്. ഇത് 1930 ബിഗാൻ ചെയ്തത്. അപ്പൊ എന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Some major agitations after the non-cooperation movement were the Ramba Rebellion, a tribal movement in Andhra Pradesh, the formation of the Swaraj Party to fight inside legislative assemblies, the boycott of the Simon Commission in 1928, the Bardoli Satyagraha, a peasant movement in Gujarat in 1928, the civil disobedience movement which began in 1930. Question: What made the Lahore Congress a milestone in India's freedom struggle? ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ എന്താണ് ലാഹോർ കോൺഗ്രസിനെ ഒരു മൈൽ സ്റ്റോൺ ആക്കി മാറ്റിയത്? 1929 നടന്ന ലാഹോർ കോൺഗ്രസ് സെക്ഷൻ ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. ആദ്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് ഡിക്ലെയർ ചെയ്തത്. അത് മാത്രമല്ല, ജനുവരി 26 എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും അവർ ഡിസൈഡ് ചെയ്തു. പിന്നെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജീനെ അവർ അധികാരം ഏൽപ്പിച്ചു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Lahore Congress section of 1929 was a major turning point. For the first time, the Indian National Congress declared Purna Swaraj or complete independence as its main goal.
It was decided to celebrate January 26 as Independence Day every year. The session authorized Gandhiji to launch the civil disobedience movement to achieve this goal. Question. Discuss how the Quit India movement differs from earlier movements. Earlier movements നിന്നും Quit India movement എങ്ങനെ ഡിഫറെന്റ് ആവുന്നതെന്ന് ഡിസ്കസ് ചെയ്യുക. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നത്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗാന്ധിജി ലെഡ് ചെയ്ത എല്ലാ മൂവ്മെന്റ്സിൽ നിന്നും ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ മറ്റ് മൂവ്മെന്റ്സിനൊക്കെ, അത് ഏർലിയർ മൂവ്മെന്റ്സിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ഡിമാൻഡ്സ് ഉണ്ടെങ്കിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ഒരു സിംഗിൾ ക്ലിയർ ഡിമാൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷ് റൂള് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നത്. അപ്പൊ ഈ ഒരു സമയത്താണ് ഗാന്ധിജിയുടെ പവർഫുൾ മന്ത്രയായിട്ടുള്ള ഡു ഓർ ഡൈ പറഞ്ഞത്. ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ മേജർ ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റ് പിന്നീട് ലീഡ് ചെയ്തത് യങ്ങർ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും വയലൻസ് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The Quit India movement of 1942 was the most radical of all movements led by Gandhiji. Unlike earlier movements which had specific demands, the Quit India movement had a single clear demand, the immediate end of British rule. Gandhiji gave the powerful mantra, do or die, which suggested a final decisive struggle. With all major leaders arrested at the very beginning, the movement was spontaneous and was led by younger activists, often turning violent in many places. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question. Who was Mahatma Gandhi and what was his method of struggle? മഹാത്മാഗാന്ധി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ എന്തായിരുന്നു? മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഉണ്ടായിരുന്ന ഫോർമോസ്റ്റ് ലീഡർ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത് സത്യാഗ്രഹയാണ്. അപ്പൊ സത്യാഗ്രഹം എന്ന് പറയുന്നത് ട്രൂത്തിന്റെയും നോൺ വയലൻസിന്റെയും പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ സിവിൽ ഡിസൊബീഡിയൻസ് വഴിയും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ പോലത്തെ മെത്തേഡ്സ് വഴി ഇൻജസ്റ്റിസിനെ പീസ്ഫുൾ ആയിട്ട് പ്രതിരോധിക്കുക എന്നായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Mahatma Gandhi was the foremost leader of the Indian freedom struggle. His method of struggle was called Satyagraha. It was based on the principles of truth and non-violence, that is ahimsa. He believed in resisting injustice peacefully through methods like civil disobedience and non-cooperation. Question. What was the significance of Gandhiji's early local movements? ഗാന്ധിജിയുടെ early local movements ന്റെ significance അല്ലെങ്കിൽ പ്രസക്തി എന്തൊക്കെയായിരുന്നു? അപ്പൊ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ചമ്പരാൻ, അഹമ്മദാബാദ്, അതുപോലെ തന്നെ കേദ പറഞ്ഞ സ്ഥലങ്ങളിലായിരുന്നു. ഇത് വന്നിട്ട് ഇന്ത്യയിൽ സത്യാഗ്രഹവുമായി നടത്തിയിട്ടുള്ള ആദ്യ പരീക്ഷണങ്ങളായിരുന്നു. അപ്പൊ ഈ മൂവ്മെന്റ്സ് വന്നിട്ട് ലോക്കൽ പെസൻസിന്റെയും വർക്കേഴ്സിന്റെയും പ്രോബ്ലംസ് ആണ് അഡ്രസ് ചെയ്തിരുന്നത്. അത് വളരെയധികം സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അപ്പൊ ഇത് ഗാന്ധിജീനെ കോമൺ പീപ്പിളിന്റെ ഇടയിൽ ഒരു പോപ്പുലർ ലീഡറാക്കി മാറ്റുകയും ചെയ്തു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ആയിട്ടുള്ള നോൺ വയലൻസ് മെത്തേഡിന്റെ എഫക്റ്റീവ്നെസ്സും ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Gandhiji's early struggles in Chambaran, Ahmedabad and Kedah were his first experiments with satyagraha in India. These movements addressed the problems of local peasants and workers and were largely successful. They made Gandhiji a popular leader among the common people. They also proved the effectiveness of his non-violent method of protest. Question. What was the Jallianwala Bagh massacre and what was its impact? Jallianwala Bagh massacre എന്തായിരുന്നു? അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു? 1919 അമൃത്സറിൽ നടന്ന ഒരു ബ്രൂട്ടൽ ഇവന്റ് ആയിരുന്നു ജാലിയൻവാല ബാഗ് മസാക്കർ. അപ്പൊ ഇതിൽ എന്താ സംഭവിച്ചു വെച്ചാല് ബ്രിട്ടീഷ് ട്രൂപ്സ് വന്നിട്ട് അൺആംഡും പീസ്ഫുള്ളും ആയിട്ടുള്ള ഇന്ത്യൻ ക്രൗഡിന് നേരെ വെടിവെപ്പ് നടത്തുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഈ ഒരു സംഭവത്തില് 100ഓളം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഈ ഒരു ഇൻസിഡന്റ് ബ്രിട്ടീഷ് റൂളിന്റെ ക്രൂവൽ നേച്ചർ ആയിരുന്നു എക്സ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ദേഷ്യം കൂടുകയും
ഈ ഒരു ബ്രിട്ടീഷ് റൂളിൽ നിന്നും അവർക്കൊരു മോചനം വേണം എന്നുള്ള സ്ട്രോങ് ഡിസിഷൻ അവർ എടുക്കുകയും ചെയ്തു. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The Jallianwala Bagh massacre was a brutal event where British troops fired on a peaceful, unarmed crowd in Amritsar in 1919. Hundreds of people were killed. This incident exposed the cruel nature of the British rule. It deeply angered the Indian people and made the demand for freedom much stronger. Question: What was the non-cooperation movement? Non-cooperation movement പറഞ്ഞാൽ എന്തായിരുന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗാന്ധിജി ലെഡ് ചെയ്ത ഫസ്റ്റ് മേജർ ആയിട്ടുള്ള മാസ് മൂവ്മെന്റ് ആയിരുന്നു. ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നുള്ള എല്ലാ കോപ്പറേഷനും വിഡ്രോ ചെയ്യുക എന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങള് ബ്രിട്ടീഷ് ഗുഡ്സ്, അതുപോലെ കോർട്സ്, സ്കൂൾസ്, ഗവൺമെന്റ് സർവീസസ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. ഈ ഒരു മൂവ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ പാരലൈസ് ചെയ്യുക എന്നാണ്. അതുമാത്രമല്ല സ്വാതന്ത്ര്യം നൽകാനുള്ള ഒരു പ്രഷർ അവർക്ക് കൊടുക്കുകയുമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The non-cooperation movement, that is 1920-22, was the first major mass movement led by Gandhiji. The main idea was to withdraw all cooperation from the British government. People boycotted British goods, courts, schools, and government services. The movement aimed to paralyze the British administration and pressure them to grant Swaraj. Question: Why did Gandhiji withdraw the non-cooperation movement? ഗാന്ധിജി എന്തുകൊണ്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്തത്? ഇപ്പൊ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി നോൺ വയലൻസിൽ ഗാഢമായി വിശ്വസിച്ച ഒരാളായിരുന്നു. 1922 ഫെബ്രുവരിയിൽ ചൗരി ചൗരയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നു. ആ പ്രൊട്ടസ്റ്റ് വയലന്റ് ആവുകയും അതിനകത്ത് 22 പോലീസുകാര് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ഒരു ഇൻസിഡന്റ് വന്നിട്ട് ഗാന്ധിജീനെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാല് ജനങ്ങൾ വന്നിട്ട് നോൺ വയലന്റ് സ്ട്രഗിളുമായിട്ട് അത്ര റെഡി ആയിട്ടില്ല, അത്ര പൊരുത്തപ്പെട്ടില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്തത്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Gandhiji was a firm believer in non-violence. In February 1922, a protest at Chowri Chowra turned violent and a mob killed 22 policemen. Gandhiji was deeply pained by this violence. He felt that the people were not yet ready for a purely non-violent struggle and decided to call off the movement. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What was the civil disobedience movement and the Dandi March? Civil disobedience movement ദണ്ഡി മാർച്ചും പറഞ്ഞാൽ എന്തായിരുന്നു? 1930 ബ്രിട്ടീഷ് ലോസ് എതിർക്കുന്നതിന് വേണ്ടി ലോഞ്ച് ചെയ്തൊരു മൂവ്മെന്റ് ആയിരുന്നു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് ദണ്ഡി മാർച്ചോട് കൂടിയാണ്. അപ്പൊ ദണ്ഡി മാർച്ചിനെ സോൾട്ട് മാർച്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഗാന്ധിജിയും ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് ഒക്കെ കൂടി ദണ്ഡിയിലുള്ള സീ കോസ്റ്റിലോട്ട് മാർച്ച് ചെയ്തു. അവിടെ വെച്ചിട്ട് അവര് സോൾട്ട് ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാരുടെ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ഇത് വന്നിട്ട് നേഷന്റെ എല്ലാ ജനങ്ങളെയും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എതിർക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ നൽകി. അപ്പൊ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The civil disobedience movement was launched in 1930 to defy British laws. It was started with the Dandi March, also known as the Salt March. Gandhiji and his followers marched to the sea coast at the Dandi. Therefore, they broke the British salt law by making salt, which inspired the whole nation to defy the British government. Question: Why was the Simon Commission boycotted? Simon Commission എന്തുകൊണ്ടാണ് ബോയ്ക്കോട്ട് ചെയ്തത്? ഇപ്പൊ സൈമൺ കമ്മീഷൻ വന്നിട്ട് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തതായിരുന്നു. ഇത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് സജസ്റ്റ് ചെയ്യാനായിരുന്നു. അപ്പൊ ഇന്ത്യക്കാർ ഇത് ബോയ്ക്കോട്ട് ചെയ്തു. കാരണം ഇതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും ബ്രിട്ടീഷുകാരായിരുന്നു. അതിനകത്ത് ഒരു ഇന്ത്യൻ മെമ്പേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു ഗ്രേറ്റ് ഇൻസൾട്ട് ആയിട്ട് ഇന്ത്യക്കാർ കണക്കാക്കുകയും ഇതിൽ നിന്നും അവർ ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ ഇന്ത്യക്കാർ കേപ്പബിൾ ഇല്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തത്. ഇപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Simon Commission was appointed by the British to suggest constitutional reforms for India. It was boycotted by the Indians because it was an all-white commission.
It had no Indian members. This was seen as great insult, implying that Indians were not capable of deciding their own future. Question. Explain the Chauri Chaura incident. Chauri Chaura incident കുറിച്ചിട്ട് explain ചെയ്യുക. അപ്പോൾ 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലുള്ള ചൗരി ചൗര പറഞ്ഞ ടൗണിനകത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ചൗരി ചൗര ഇൻസിഡന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് കുറച്ച് പ്രൊട്ടസ്റ്റേഴ്സ് പോലീസുമായിട്ട് ക്ലാഷ് ആയി. അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രൗഡ് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ തീ വെച്ചു. ആ തീ വെച്ച സമയത്ത് പോലീസ് സ്റ്റേഷനകത്തുള്ള 22 പോലീസുകാര് കൊല്ലപ്പെട്ടു. ഈ ഒരു വയലൻസ് വന്നിട്ട് മഹാത്മാഗാന്ധിനെ വളരെയധികം ഷോക്കാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള നോൺ വയലൻസിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. അതിന്റെ റിസൾട്ടായിട്ട് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ബോയ്ക്കോട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Chauri Chaura incident took place on February 5, 1922 in a town called Chauri Chaura in Uttar Pradesh. During a protest of the non-cooperation movement, some protesters clashed with the police. In anger, the crowd set the police station on fire, killing 22 policemen. This violent act shocked Mahatma Gandhi as it went against his principle of non-violence. As a result, Gandhiji called off the non-cooperation movement. Question. Explain the participation of various sections of the population in the civil disobedience movements. Civil disobedience മൂവ്മെന്റിൽ വേരിയസ് സെക്ഷൻസിലുള്ള ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ലീഡ് ചെയ്തത് മഹാത്മാഗാന്ധി ആയിരുന്നു. അപ്പൊ ഈ ഒരു മൂവ്മെന്റിൽ ഇന്ത്യയിലുള്ള എല്ലാ പാർട്സിലുള്ള ആളുകളും പങ്കെടുത്തു. ഫാമേഴ്സ് വന്നിട്ട് ടാക്സും റെന്റൊക്കെ പേ ചെയ്യാൻ റെഫ്യൂസ് ചെയ്തു. അതേസമയം റെയിൽവേസിലും പോർട്സിലും മൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് സ്ട്രൈക്കൊക്കെ ചെയ്തു. സ്ത്രീകൾ വന്നിട്ട് സോൾട്ട് ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ ഷോപ്സിന്റെ മുന്നിലൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും മാർച്ചസ് ഒക്കെ ചെയ്തിട്ടൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിൽ പങ്കെടുത്തു. അത് മാത്രമല്ല, ട്രൈബൽ പീപ്പിളും ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു. അവർ വന്നിട്ട് ബ്രിട്ടീഷ് ഫോറസ്റ്റ് ലോസ് ഒപ്പോസ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The civil disobedience movement led by Mahatma Gandhi saw people from all parts of India take part. Farmers refused to pay taxes and rent, while workers in railways, ports and mines went on strike. Women joined actively by making salt, picketing shops and leading marches. Even tribal people supported the movement by opposing British forest laws. Question. Who was Subhash Chandra Bose and what was the INA? Subhash Chandra Bose ആരായിരുന്നു? INA എന്തായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് വന്നിട്ട് ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഡ് സ്ട്രഗിളിൽ ബിലീവ് ചെയ്തിരുന്ന ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള നാഷണലിസ്റ്റ് ലീഡർ ആയിരുന്നു. ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നും എസ്കേപ്പ് ചെയ്തിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി ഫോം ചെയ്തു. ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ INA മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന്. അപ്പൊ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ബ്രിട്ടീഷ് ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവരുടെ ആർമി ഫൈറ്റ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് അവർക്ക് സക്സീഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവരുടെ ഈ ഒരു മിലിറ്ററി ഫോഴ്സ് കണ്ടിട്ട് ഇന്ത്യൻസിൽ കുറെ പേർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായി. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Subhash Chandra Bose was a prominent nationalist leader who believed in armed struggle to achieve freedom. He escaped from India and formed the Indian National Army, INA. The INA, also known as the Azad Hind Fauj, fought against the British forces during World War II. Though they did not succeed militarily, they became a great source of inspiration for Indians. Question. What was the role of women in the freedom movement? Freedom മൂവ്മെന്റിൽ വിമന്റെ റോള് എന്തായിരുന്നു? ഇപ്പൊ ഫ്രീഡം സ്ട്രഗിളിൽ വിമൺ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള റോൾ തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവർ വന്നിട്ട് പ്രൊട്ടസ്റ്റിലും മാർച്ചസിലും അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുന്നതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. സരോജിനി നായിഡു അതുപോലെ തന്നെ ക്യാപ്റ്റൻ ലക്ഷ്മി സഹഗൽ പോലെയുള്ള കുറെ വിമൺ വന്നിട്ട് പ്രോമിനന്റ് ലീഡേഴ്സ് ആയിട്ട് ആ കാലത്ത് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ലാർജ് സ്കെയിൽ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് ഗാന്ധിയൻ മൂവ്മെന്റ്സിന്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Women played a very important and active role in the freedom struggle. They participated in protest marches and the boycott of foreign goods.
Many women like Sarojini Naidu, Rani Gaidinliu, and Captain Lakshmi Sahgal emerged as prominent leaders. Their large-scale participation was a key feature of the Gandhian movement. Question: What was the role of peasants and workers in the struggle? Struggle പെസൻസിന്റെയും വർക്കേഴ്സിന്റെയും റോള് എന്തായിരുന്നു? ഇപ്പൊ പെസൻസും വർക്കേഴ്സും വന്നിട്ട് മാസ് മൂവ്മെന്റ്സിന്റെ ഒരു ബാക്ക് ബോൺ തന്നെയായിരുന്നു. പെസൻസ് വന്നിട്ട് ഹൈ ടാക്സസും അതുപോലെ ലാൻഡ് ലോഡ്സിന്റെ എക്സ്പ്ലോയിറ്റേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. അതേസമയം ഫാക്ടറീസിലും മൈൻസിലും റെയിൽവേസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ബെറ്റർ വേജസിനും അതുപോലെ വർക്കിംഗ് കണ്ടീഷൻസിനും വേണ്ടിയിട്ട് സ്ട്രൈക്സ് ഒക്കെ ഓർഗനൈസ് ചെയ്തു. ഇതിലൂടെ അവർ നാഷണൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടും ഫോട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. Peasants and workers formed the backbone of the mass movements. Peasants protested against high taxes and exploitation by landlords. Workers in factories, mines, and railways organized strikes for better wages and working conditions. They linked their economic grievance with the larger struggle for national independence. Subscribe to this channel for more videos like this. Question: Who were the revolutionaries in the freedom struggle? ഫ്രീഡം സ്ട്രഗിളില് റെവല്യൂഷണറീസ് ആരായിരുന്നു? ബ്രിട്ടീഷ് റൂള് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വയലൻസിൽ ബിലീവ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് റെവല്യൂഷണറീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിനകത്ത് യങ് പീപ്പിൾ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇവര് നോൺ വയലൻസ് മൂവ്മെന്റിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വന്ന അല്ലെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ള റെവല്യൂഷണറീസ് എന്ന് പറയുന്നത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സൂര്യ സെൻ എന്നിവരൊക്കെ ആയിരുന്നു. ബ്രിട്ടീഷ് അതോറിറ്റീനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് അസാസിനേഷൻസും അതുപോലെ തന്നെ ആംഡ് റെയ്ഡ്സ് ഒക്കെയാണ് നടത്തിയിരുന്നത്. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The revolutionaries were a group of freedom fighters who believed in using violence to overthrow British rule. They were mostly young people who were impatient with the slow pace of the non-violent movement. Prominent revolutionaries included Bhagat Singh, Chandrasekhar Azad, and Surya Sen. They carried out acts like assassinations and armed raids to challenge British authority. Question: What was the Khilafat movement? Khilafat movement എന്തായിരുന്നു? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ടർക്കിയിലെ കാലിഫിനോട് ചെയ്ത ഇൻജസ്റ്റിസിന് എഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മുസ്ലിം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റിനെ ഗാന്ധിജി സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും യുണൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടായിരുന്നു ഗാന്ധിജി ഇതിനെ കണ്ടത്. ഇപ്പൊ ജോയിന്റ് ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ ഒരു പവർഫുൾ ഡിസ്പ്ലേ തന്നെയായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The Khilafat movement was started by Indian Muslims to protect against the injustice done to the Caliph of Turkey after World War I. Gandhiji supported this movement. He saw it as an opportunity to unite Hindus and Muslims against the British. The joint Khilafat non-cooperation movement was a powerful display of Hindu-Muslim unity. Question: What was the Mountbatten Plan? Mountbatten Plan എന്തായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ ഫൈനൽ പ്ലാൻ ആയിരുന്നു. ഇത് പ്രസന്റ് ചെയ്തത് 1947 ജൂണിൽ ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. അതായത് അദ്ദേഹം ലാസ്റ്റ് വൈസ്രോയി ആയിരുന്നു. അദ്ദേഹമാണ് ഇത് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് പ്രപ്പോസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യനെ 2 ഇൻഡിപെൻഡന്റ് ഡൊമിനൻസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുക എന്നാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പാർട്ടീഷൻ ചെയ്യുക എന്നാണ്. ഈ ഒരു പ്ലാൻ വന്നിട്ട് മേജർ ആയിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ഓഗസ്റ്റ് 15, 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആവുകയും ഇന്ത്യ പറയുന്ന ഒരു കൺട്രീനെ 2 പാർട്ടീഷനായി മാറ്റുകയും ചെയ്തു. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Mountbatten Plan was the final plan for the independence of India presented by the last Viceroy, Lord Mountbatten, in June 1947. It proposed the partition of British India into 2 independent dominions, India and Pakistan. The plan was accepted by the major political parties. It led to the independence of India on August 15, 1947, along with the tragic partition of the country. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ:
Mahatma Gandhi's method of non-violent resistance is known as dash. Answer, Satyagraha. Next question. The first major struggle led by Gandhiji in India was in dash, Bihar. Answer, Chambara, Bihar. Next question. The tragic event where British troops fired on a peaceful crowd in 1919 was the dash massacre. Answer, Jallianwala Bagh massacre. Next question. The movement launched in 1920 based on boycotting British goods and institutions was the dash movement. Answer, non-cooperation movement. Next question. Gandhiji withdrew the non-cooperation movement after the violent incident at dash. Answer, Chauri Chaura. Next question. The civil disobedience movement was started with the famous Dandi March to break the dash law. Answer, Salt law. Next question. The Congress declared Purna Swaraj or complete independence at its dash session in 1929. Answer, Lahore session. Next question. The leader known as Frontier Gandhi was dash. Answer, Khan Abdul Ghaffar Khan. Next question. The British Commission that was boycotted by Indians because it had no Indian members was the dash commission. Answer, Simon Commission. Next question. The peasant movement in Gujarat led by Sardar Patel against tax hikes was the dash Satyagraha. Answer, Bardoli Satyagraha. Question. The revolutionary who formed the Indian National Army or INA was dash. Answer, Subhash Chandra Bose. Next question. The women's regiment of the INA was called the dash regiment. Answer, Rani Jhansi regiment. Next question. Gandhiji gave the call do or die for the dash movement in 1942. Answer, Quit India. Next question. The Muslim movement to restore the power of the Caliph was the dash movement. Answer, Khilafat movement. Next question. The political party formed by C.R. Das and Motilal Nehru to enter Legislative Council was the dash party. Answer, Swaraj party. Next question. The agreement between Gandhiji and the Viceroy in 1931 was the dash pact. Answer, Gandhi-Irwin Pact. Next question. The revolutionary organization founded by Bhagat Singh and his associates was the dash. Answer, Hindustan Socialist Republican Association or HSRA. Next question. The plan that proposed the partition of India was the dash plan. Answer, Mountbatten plan. Next question. The first Prime Minister of independent India was dash. Answer, Jawaharlal Nehru. Next question. India gained independence on August 15 dash. Answer, 1947. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.